കാണിക്കാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. പോന്ന വഴി എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലും കളിക്കുന്നു. അതിന് വേണ്ടി ഞാൻ മങ്ങടെ എത്തായിട്ടാ. അതിന് പറഞ്ഞ മാതിരി ഞങ്ങളൊന്ന് ചുമ്മാ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പോണ വഴിയിൽ ഹനീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയിട്ട് അവിടെ കുറച്ച് സമയം കളിക്കുകയും കൂടി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബെയർ പിടിച്ചിട്ടുണ്ടോ നോക്കാലോ ഹനി? ബെയർ പിടിച്ചിട്ടുണ്ടോ നോക്കാലോ? ചവിട്ടല്ലേ? പിടിച്ചിട്ടുണ്ട്, പക്ഷെ പഴുത്തില്ല. പഴുത്തതുണ്ടോ? പഴുത്തില്ല. അതേ ഇവിടെ നോക്കൂ. ഇത് ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിലുള്ള ഒരു കുഞ്ഞ് കടുകുപാടമാണ്. ഇപ്പോൾ ഈ ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് അംബാലയിൽ പൊതുവെ മുഴുവനായിട്ടും ഹരിയാന രാജസ്ഥാൻ ആ ഭാഗങ്ങളിലൊക്കെ കടുക് പൂക്കുന്ന സമയമാണ്. ഇത് കണ്ടോ മഞ്ഞ കളർ പൂ, അത് കടുകാണ്. അപ്പോൾ അതങ്ങ് പുറകോട്ട് നിറയെ നല്ല ദൂരത്തിൽ വ്യാപിച്ച് കിടക്കേണ്ട കടുകുപാടം. അപ്പോൾ കടുക് പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ മഞ്ഞക്കടൽ പോലെ ഉണ്ടാവും. ഇപ്പോൾ ഇത്തിരി ദൂരെ നിന്നാണ് അത്രയും മനസ്സിലാവാത്തത്. അപ്പം ഞങ്ങൾ ഹനീൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. ഇതാരാണ്? ഉറങ്ങുന്ന ഞങ്ങൾ കടയിൽ പോന്നടി. ആ ആന്നത് അത് ഗോതമ്പ് അപ്പുറത്ത് പകുതി വഴിയിൽ നിൽക്കുന്നു. കടുക് കാണാൻ നല്ല ഭംഗിയാട്ടാ. നമ്മളെ കാൽപ്പി പോകുന്ന വഴിയിലൊക്കെ നിറയെ കടുക് പാടുണ്ട്. ഇപ്പൊ പോകുമ്പോൾ നല്ല ശരിക്കും. അതെ അല്ല, ഇത് കറിവേപ്പില. ഇത് കറിവേപ്പില, അത് നോർമൽ വേപ്പ്, അത് ആ വെള്ള കളർ പെരുംജീരകം. ആ ഇത് കടുക്. അതിൻ്റെ അടുത്തുള്ള ചുവന്നത് ബീട്രൂട്ട്, പേരക്ക. ഞങ്ങളത് ഇങ്ങനെ മെയിൻ റോഡിലെത്തി. ഇനി ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് കട. അപ്പോൾ നമുക്ക് കടയിൽ പോവാം. ഓട്ടോ വിളിച്ചിട്ടോ. കടയെത്തി. നടക്കും. ആ മുട്ട കഴിച്ചു. നടക്കും. സൂക്ഷിച്ചു. ഞങ്ങളങ്ങനെ പച്ചക്കറി കടയിലേക്ക് പോവാണേ. കുറച്ച് ഫ്രൂട്ട്സാണ് മെയിനായിട്ട് വാങ്ങിക്കേണ്ടത്. നോക്കാം നമുക്ക് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്താ വേണ്ടേ? स्ट्रॉबेरी है भैया, कितना है? ठीक है, एक दे दो, अच्छा वाला दे दो. हाँ 100 രൂപ ഉണ്ട് എനിക്ക്. ഗ്രേപ്സ് ഉണ്ടാവും. ഗ്രേപ്സ് പക്ഷെ നല്ലതല്ല തോന്നുന്നു ഹനി. और किन्नू कैसे दे रहे? മാർക്കറ്റിൽ അപേക്ഷിച്ച് ഇവിടുത്തെ ലോക്കൽ കടകളിൽ പൈസ കൂടുതലാണ്. ഇപ്പോൾ സ്ട്രോബെറിക്ക് ഒരു ബോക്സിന് 100 രൂപയാണ് പറയുന്നത്. മാർക്കറ്റിൽ 2 ബോക്സിന് 100 രൂപയായിരുന്നു. പക്ഷെ ഞങ്ങൾ പൂനെയിലുണ്ടായിരുന്നപ്പോൾ 2 ബോക്സ് 50 രൂപയ്ക്കൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. കിനു ഇപ്പോൾ 1.5 കിലോ 100 രൂപയേ ഉള്ളൂ. മുന്തിരി 1/4 കിലോ 45 രൂപയാണ് പറയണേ. മിഠായിന അത് ഞാൻ തരാം. വീട്ടിൽ പോയിട്ട് കഴുകിയിട്ടേ എടുക്കാൻ പറ്റുള്ളൂ. हाँ ये कद्दू कैसे दे रहा है? 50 रुपये कद्दू हाफ कर. हाँ वही दे दो. कद्दू वरना मत्तन 50 रुपये किलो. हाँ वही देते. हाँ
ठीक है ठीक है। सॉरी ये टिंडा कैसे दे रहे हैं? 40 रुपये के जी। नहीं भाई सॉरी। और मटर 40 की आधा किलो। कॉलीफ्लावर 30 रुपये के जी। एक छोटा 20 का। ओके ओके। मटर लेके बढ़िया है मटर। मटर 40 की आधा किलो है ताजी मटर। एक पहिया दे दो भाई। ഏ ഹനി ഇതെന്താ ചെയ്യണ ഇറങ്ങി വാ അഴുക്ക് ചെളി വെള്ളം കൈ കഴുകാതെ. ആഹാ അനാർ 350 अनार 160। അങ്ങനെ ഞങ്ങളിത് വെജിറ്റബിൾസ് വാങ്ങിച്ച് പോവുകയാണ്. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും ചേർത്ത് ഇവിടെ 350 രൂപയായി. മാർക്കറ്റിലാണെങ്കിൽ ഇതിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയേനെ. പിന്നെ ഞങ്ങൾക്ക് മാർക്കറ്റിൽ കുറച്ച് ദൂരം പോകേണ്ട കാരണം ഞങ്ങൾ പോയില്ല. ഞങ്ങൾ തൽക്കാലം മൂന്ന് വരുന്നവരെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഈവനിങ് വർക്കും കുഞ്ഞു ഷോപ്പിങ്ങും ആയിരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.